നമസ്കാരം. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി MLA ഗതി അധോഗതി എന്ന് പറയാതെ വയ്യ. സീറ്റിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് എൽദോസ് കുന്നപ്പള്ളി. എന്താണ് പെരുമ്പാവൂരിൽ സംഭവിക്കുന്നത്? വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി MLA മത്സരിച്ചാൽ പരാജയം ഉറപ്പാണെന്നാണ് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരും പല മുതിർന്ന നേതാക്കളും അടക്കം ഒരേ സ്വരത്തിൽ പറയുന്നത്. സിറ്റിംഗ് MLA ആയ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗവുമാണ് നിലവിൽ അവിടെ ഇടഞ്ഞു നിൽക്കുന്നത്. ഈ ഗ്രൂപ്പിലെ ചില നേതാക്കൾ AICCക്ക് നൽകിയ പരാതിയെ തുടർന്ന് എൽദോസ് കുന്നപ്പള്ളി MLA കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത്. അന്ന് മാധ്യമങ്ങളെ കണ്ട എൽദോസ് കുന്നപ്പള്ളി സീറ്റ് ഉറപ്പിച്ച മട്ടിലൊക്കെ തള്ളി മറയ്ക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും മുമ്പിൽ കുന്നപ്പള്ളി നൽകിയ വിശദീകരണത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ എറണാകുളം ജില്ലയിലെ സീറ്റ് പ്രഖ്യാപനത്തിൽ പെരുമ്പാവൂരിന്റെ പേര് മാത്രം, എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് മാത്രം നമ്മൾ കണ്ടേയില്ല. അതായത് എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഡൽഹിയിൽ പോയി ഈ നേതാക്കളെ കണ്ടതിൽ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ കണ്ടതിൽ അവർക്ക് വലിയ സന്തോഷമൊന്നുമില്ല എൽദോസ് കുന്നപ്പള്ളിയുടെ ഈ വിശദീകരണത്തിൽ എന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. തനിക്ക് മണ്ഡലത്തിൽ വലിയ പിന്തുണയുണ്ടെന്ന് കാണിക്കാൻ 6 പ്രസിഡന്റുമാരും ഒരു ബ്ലോക്ക് പ്രസിഡന്റും ഒപ്പിട്ട സമ്മതപത്രം ഒക്കെ ആയിട്ടാണ് എൽദോസ് കുന്നപ്പള്ളി എങ്ങോട്ടേക്ക് ഡൽഹിയിലേക്ക് വെച്ച് കീച്ചിയത്. അവസാനം അത് എങ്ങനെ എൽദോസ് കുന്നപ്പള്ളിക്ക് പാമ്പായി മാറി എന്ന കാര്യം കൂടി വളരെ വിശദമായി തന്നെ പറയാം. വെങ്ങോല, ഒക്കൽ, കൂവപ്പടി, കോടനാട്, അസമന്നൂർ മണ്ഡലം പ്രസിഡന്റുമാരും പെരുമ്പാവൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാണ് ഈ ഒപ്പിടലൊക്കെ ബഹിഷ്കരിച്ചത്. ഇതാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് വലിയ തിരിച്ചടിയായി മാറിയത്. എൽദോസ് കുന്നപ്പള്ളിക്ക് പുറമെ എ ഗ്രൂപ്പ് ഉയർത്തി കാണിക്കുന്ന പേരുകൾ ജെയ്സൺ ജോസഫിന്റെയും അതുപോലെ തന്നെ മനോജ് മൂത്തേടന്റെയും പേരുകളാണ്. ഐ ഗ്രൂപ്പിലെ VD സതീശൻ പക്ഷം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പേരാണ് മുന്നോട്ട് വെക്കുന്നത്. ഷിയാസ് ജയിച്ചിട്ട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കും എന്നാണ് സതീശൻ പക്ഷം പറയുന്നത്. ഐ ഗ്രൂപ്പുകാരനായ എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി AICCയിൽ രമേശ് ചെന്നിത്തലയാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. എന്നാൽ എൽദോസ് കുന്നപ്പള്ളി മത്സരിച്ചാൽ സീറ്റ് നഷ്ടപ്പെടും എന്ന് തന്നെയാണ് AICCയുടെയും വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അറിഞ്ഞൊരു കളി കൂടി കളിച്ചിട്ടുണ്ട്. എൽദോസിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസിനെ പരിഗണിക്കണം എന്നാണ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഡിമാൻഡ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2022 സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസാണ് വമ്പൻ കുരുക്കായി എൽദോസ് കുന്നപ്പള്ളിയുടെ തലയിൽ ഇങ്ങനെ നിൽക്കുന്നത്. എൽദോസിന് സീറ്റ് കൊടുത്താൽ രാഹുൽ മാങ്കൂട്ടലിനും കൊടുക്കേണ്ടി വരും എന്നാണ് സതീശനും സണ്ണി ജോസഫും ഒക്കെ വാദിക്കുന്നത്. അതിനു മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല. അങ്ങനെ സംഭവിച്ചാൽ, അതായത് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മൊത്തത്തിൽ അത് കനത്ത തിരിച്ചടിയായി മാറുമെന്നും LDF അത് വലിയൊരു പ്രചരണ ആയുധമാക്കി നിലവിൽ UDFന്റെ സ്ഥാനാർത്ഥികളെയും UDFനെയും കടന്നാക്രമിക്കുമെന്നും സ്ത്രീപക്ഷ വോട്ടുകളെല്ലാം നഷ്ടപ്പെടുമെന്നും ഒക്കെയാണ് UDFന്റെ വിലയിരുത്തൽ. നിലവിൽ യാക്കോബായ സുറിയാനി സഭ നേതൃത്വത്തിന്റെ പിന്തുണ എൽദോസ് കുന്നപ്പള്ളിക്ക് ഉണ്ടെങ്കിലും കത്തോലിക്ക വിഭാഗത്തിലെ എറണാകുളം അങ്കമാലി അതിരൂപത പറയുന്നത് പെരുമ്പാവൂരിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ UDF ഇറക്കണം എന്ന ആവശ്യം തന്നെയാണ്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് കത്തും അയച്ചിട്ടുണ്ട്. സീറ്റ് കിട്ടില്ലെന്ന് അറിഞ്ഞതോടെ വൈകാരികമായ ഒരു പോസ്റ്റൊക്കെ ആയിട്ട് എൽദോസ് കുന്നപ്പള്ളി ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ആദ്യം വായിക്കാം. ആ പോസ്റ്റിന് ഒരു മറുപടി എന്ന രീതിയിൽ പെരുമ്പാവൂരിന്റെ നഗരസഭ മുൻ ചെയർമാനായിട്ടുള്ള പോൾ പാത്തിക്കൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ വലിയ ചർച്ചയാണ്. ആദ്യം നമുക്ക് എൽദോസിന്റെ പോസ്റ്റ് തന്നെ ഒന്ന് വായിക്കാം. 2010 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴും 2016 2021 നിയമസഭയിൽ മത്സരിച്ച് ജയിക്കുമ്പോഴും PP തങ്കച്ചൻ സാറിന്റെ തണലായിരുന്നു എന്റെ പിൻബലം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പെരുമ്പാവൂരിൽ 2500 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇതൊക്കെ എവിടെയാണ് ദൈവത്തിനറിയാം. കൂടാതെ കഴിഞ്ഞ ഒരു വർഷമായി 14,000-ഓളം ഭവനങ്ങൾ സന്ദർശിച്ച് ഗ്രാമയാത്ര നടത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തി. 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂരിലെ മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്ത് അടക്കം മുഴുവൻ ഗ്രാമപഞ്ചായത്തിലും ഭരണം കരസ്ഥമാക്കി. മത്സരിച്ച എല്ലാ ജില്ലാ പഞ്ചായത്തിലും ഉജ്ജ്വല വിജയം നേടിയെടുത്തു. പെരുമ്പാവൂരിലെ കോൺഗ്രസിനെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്താനും UDFനെ കരുത്തുറ്റ പ്രസ്ഥാനമാക്കുവാനും കഴിഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരുടെ ചിരകാല സ്വപ്നം കോൺഗ്രസ് പാർട്ടി ഓഫീസ് ഇന്ദിരാഭവൻ യാഥാർത്ഥ്യമാക്കുവാൻ നേതൃത്വം കൊടുത്തതിൽ എനിക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ ഇലക്ഷനിൽ PP തങ്കച്ചൻ സാറില്ലാത്തതിന്റെ ആ വലിയ ശൂന്യത എനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നു എന്നൊക്കെയാണ് അവസാന എൽദോസ് കുന്നപ്പള്ളിയുടെ അടവ്. ഇതിനടിയിൽ നിറയെ കോൺഗ്രസ്സുകാരുടെ തന്നെ കമന്റാണ്. 10 വർഷമായില്ലേ, ആ സീറ്റ് ഒന്ന് ഒഴിഞ്ഞു കൊടുത്ത് മറ്റൊരാൾക്ക് ഒരു അവസരം കൊടുത്തുകൂടെ എന്നുള്ള പല കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒപ്പം എൽദോസ് കുന്നപ്പള്ളിക്ക് തവണ നല്ല ഉറപ്പായിരുന്നു സീറ്റ് കിട്ടാനൊരു സാധ്യതയുമില്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ ഈ ബലാത്സംഗ കേസ് ഇയാളുടെ തലയിൽ വന്നതിന് പിന്നാലെ തന്നെ ഇയാൾ ചെയ്തൊരു തന്ത്രപരമായിട്ടുള്ള സംഭവമുണ്ട്. ഇപ്പൊ ഈ ഗ്രാമയാത്ര എന്ന്
ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഈ ഗ്രാമയാത്ര എന്ന പേരിൽ മണ്ഡലത്തിലെ പല വീടുകളും ഒക്കെ കയറി ഇറങ്ങി റീൽസ് ഒക്കെ അടിച്ച് മൂപ്പര് ഇവിടെ ഭയങ്കര സജീവമാണെന്ന് ഹൈക്കമാൻഡിനെ അങ്ങനെ കാണിക്കാൻ വേണ്ടിയും എല്ലാവരുടെയും മുമ്പിലും ഞാനിവിടെ വലിയൊരു പൊതുസമ്മതനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതൊക്കെ പരാജയമായി. ഈ യാത്രയൊക്കെ നടത്താൻ വേണ്ടി ചെലവഴിച്ച പൈസ കൂടി പോയല്ലോ എൽദോസെ എന്നാണ് പറയാനുള്ളൂ. എൽദോസ് കുന്നപ്പള്ളി പറയുന്നത് ഞാൻ 2500 കോടിയുടെ വികസനം നടത്തിയെന്നാണ് പറയുന്നത്. സത്യത്തിൽ ശരിയാണ് വരുന്നത്. 2500 കോടിയുടെ വികസനവും അതും എൽദോസ് കുന്നപ്പള്ളി എന്ത് വിടലാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിലവിൽ അവിടെ ഇന്നും ആ ബൈപ്പാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ആദ്യ തവണ എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കാൻ വന്നപ്പോൾ ബൈപ്പാസ് ഇപ്പൊ മലമറയ്ക്കും എന്ന് പറഞ്ഞു വന്നു. രണ്ടാം തവണ വന്നപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ പറഞ്ഞാണ് അവിടെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എല്ലാ റോഡുകളും ഏറ്റവും മോശം റോഡുകളുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് എൽദോസ് കുന്നപ്പള്ളിയുടെ മണ്ഡലമാണ്. മാത്രമല്ല ഇത്രയും നശിച്ച ഒരു മണ്ഡലം, ഒരു വികസനവും ഇല്ലാത്ത, വികസന മുരടിപ്പിന്റെ അങ്ങേയറ്റമായിട്ടുള്ള മണ്ഡലം വേറെ കാണാൻ ഒരു സാധ്യതയുമില്ല. MLA എന്ന നിലയിൽ ഒരു ലോക പരാജയം കൂടിയാണ് എൽദോസ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. പെരുമ്പാവൂർ നഗരസഭയുടെ മുൻ ചെയർമാൻ ഇട്ടിട്ടുള്ളത് എങ്ങനെയാണ്? PP തങ്കച്ചനെയും TH മുസ്തഫയെയും TP ഹസനെയും അളക്കാൻ മാത്രം ഇവിടെ ഒരുത്തനും വളർന്നിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്കും പെരുമ്പാവൂർ ജനതയ്ക്കും അഭിമാനം മാത്രമേ ഇവർ സമ്മാനിച്ചിട്ടുള്ളൂ. ആ ഉയരങ്ങളെ ചെറുതാക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം സ്വന്തം ജീവിതവും പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എൽദോസ് കുന്നപ്പള്ളി ഉദ്ദേശിച്ച് പറഞ്ഞാണ്, എൽദോസ് കുന്നപ്പള്ളിയെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ അടിയിൽ മുഴുവൻ കമന്റുകളും അങ്ങനെ തന്നെയാണ്. എന്തായാലും എൽദോസ് കുന്നപ്പള്ളിക്ക് ഗംഭീരമായിട്ടുള്ള അടി തന്നെയാണ് പോൾ പാർട്ടിക്കൽ കൊടുത്തിട്ടുള്ളത്. എൽദോസ് കുന്നപ്പള്ളി MLAക്ക് ആകെ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുറെ വിവാദങ്ങൾ ഉണ്ടാക്കാനും കുറെ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് ട്രോളുകൾ ഇടന്നിടാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് മാതൃകാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. പെരുമ്പാവൂരിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ലഹരിയാണ്. ഭായിമാര് ഒരുപാട് പേര്, പല ആളുകളും ID കാർഡ് പോലും ഇല്ലാതെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവിടെ ഇവർ വലിയ രീതിയിൽ തന്നെ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിക്കൊണ്ട് പെരുമ്പാവൂരിനെ ഒരു ലഹരി മാഫിയകളുടെ ഹബ്ബാക്കി മാറ്റുന്നുണ്ട്. ഈ വിഷയത്തിൽ എപ്പോഴെങ്കിലും എൽദോസ് കുന്നപ്പള്ളിക്ക് ഇടപെടാനോ ഇത് കാര്യമായിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എൽദോസ് കുന്നപ്പള്ളി ലഹരി മാഫിയകളുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് കണ്ട സർക്കാർ എന്താണ് ചെയ്തത്? അവസാനം സർക്കാരിന് നേരിട്ട് ഇറങ്ങേണ്ടി വന്നു. ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു വാർത്ത ചെയ്തിരുന്നില്ലേ? അതായത് മണ്ണൂർ പോഞ്ഞാശ്ശേരി റോഡിൽ ഈ പെരുമ്പാവൂർ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ഭാഗമുണ്ട്. ആ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അവസാനം നമ്മളത് വാർത്ത ചെയ്ത ശേഷം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് നേരിട്ട് ഇടപെടേണ്ടി വന്നു. അദ്ദേഹം 3.30 കോടി രൂപ അനുവദിച്ച് അതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. BMBC നിലവാരത്തിൽ പണി ചെയ്യുന്നതിന് വേണ്ടി ഉടനെ തന്നെ ഫ്ലക്സ് വെച്ചു, ഞാൻ ഇടപെട്ടിട്ടാണ് നടന്നത് എന്ന രീതിയിൽ എൽദോസ് കുന്നപ്പള്ളി വെക്കുകയാണ്. എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് നടക്കാമെന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും തന്നെ എൽദോസിന് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ എത്ര സംഭവങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയും. പരാജയങ്ങളുടെ വലിയ ഒരു ആകെ തുകയായി നമുക്ക് എൽദോസ് കുന്നപ്പള്ളിയെ വിശേഷിപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ആദ്യമായിട്ട് എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്നത് 2016-ലാണ്. LDF സ്ഥാനാർത്ഥിയായിരുന്ന സാജു പോളിനെയാണ് അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. അന്ന് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 7088 വോട്ടുകളായിരുന്നു. ശ്രദ്ധിക്കണം, 2021 വീണ്ടും എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് വേണ്ടത്. എന്നാൽ പെരുമ്പാവൂരിൽ നിന്ന് അദ്ദേഹം രണ്ടാം തവണ വിജയിക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബാബു ജോസഫിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2899 വോട്ടുകൾ മാത്രമാണ്. അതായത് ഹൈക്കമാൻഡ് നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു, നിലവിൽ എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന വ്യക്തിയുടെ 2021 ഭൂരിപക്ഷവും ഇപ്പോഴത്തെ ഇദ്ദേഹത്തിന്റെ നിലവിലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അമ്പേ പരാജയമായി മാറുമെന്ന്. ഇനി ഈ 2021 തന്നെ എൽദോസ് കുന്നപ്പള്ളി തോറ്റുപോകേണ്ടതായിരുന്നു. അയാൾ കഷ്ടിച്ച് ജയിച്ചതാണ്. എങ്ങനെയാണ്? 2021 ആ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വെച്ചുമാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതായത് LDFന്റെ ഘടകകക്ഷിയായിട്ട് കേരള കോൺഗ്രസ് ഒരു ഇലക്ഷന് കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് വന്നത്. അവിടെ CPMന്റെ നേതാക്കളാണ് മത്സരിക്കാനിരുന്നത്. അവിടെ വീണ്ടും സാജു പോളോ അല്ലെങ്കിൽ NC മോഹനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ സീറ്റ് ഇടതുപക്ഷത്തിന് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇവരല്ല, അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നത് എന്ന് കണ്ടതും എൽദോസ് കുന്നപ്പള്ളിക്ക് വലിയ ആത്മവിശ്വാസം കിട്ടി. എൽദോസ് കുന്നപ്പള്ളി തോക്കും എന്നാണ് വിചാരിച്ചിരുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് വെച്ചു മാറി എന്ന് കണ്ടതോടെ അദ്ദേഹം ജയിക്കും എന്നുള്ള കാര്യത്തിലേക്ക് അദ്ദേഹത്തിന് ഉറപ്പായി. പക്ഷേ എന്നിട്ടും ആ ഒരു എന്താ പറയാ, കേരള കോൺഗ്രസ് എം അവിടെ മത്സരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഒരു ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനോ സാജു പോളിന്റെയൊക്കെ ഭൂരിപക്ഷത്തിന് അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിക്ക് അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിന്റെ ഒരു സാധ്യതയില്ല. ഇത് നമ്മൾ പറയുന്നതല്ല, കോൺഗ്രസ്സുകാർ പറയുന്നതാണ്. ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി ഒരു ഭാഗം ആളുകൾ ഫേസ്ബുക്കിൽ വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിനകത്തുള്ള ചില ആളുകൾ തന്നെ ഇനി ഇമാതിരി എംപിക്ക് നമ്പറൊന്നും ഇറക്കണ്ട, ആ സീറ്റ് ഒന്ന് ഒഴിഞ്ഞു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇവരുടെ അടിയിടിയൊക്കെ തുടരുകയാണ്. അവസാനം എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞു.
പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.